ഇങ്ങനെ സ്പ്രിംഗ് ഓണിയൻ കൊണ്ട് നിങ്ങൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കോട ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണേ നിങ്ങൾ. ഓക്കെ, നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടു നോക്കൂ. ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ, ഭയങ്കര ടേസ്റ്റിയാണ് കഴിക്കാൻ. ഓക്കെ, നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കൂ. ഹലോ എവരിവൺ, വെൽക്കം ടു കവിതാസ് പോസിറ്റീവ് ലൈഫ്. ഞാൻ കവിത. അപ്പം ഇന്ന് നമുക്ക് പുതിയൊരു റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ചായ കുടിക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും, എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനത്തെ ഒരു സ്നാക്കാണ്. ഒരു സ്പ്രിംഗ് ഓണിയൻ കൊണ്ടുള്ള ഒരു പക്കോടയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പക്കോടയ്ക്ക് ഏറ്റവും നല്ലത് സ്പ്രിംഗ് ഓണിയനാണ്. അപ്പം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പക്കോട ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കണ്ടു നോക്കൂ എൻ്റെ വീഡിയോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമല്ലോ. ഇത് സ്പ്രിംഗ് ഓണിയനാണ്. അപ്പം നമുക്ക് ഇതുകൊണ്ടൊരു പക്കോട ഇന്ന് ഉണ്ടാക്കാം. പക്കോടയ്ക്ക് ഏറ്റവും പറ്റിയത് സ്പ്രിംഗ് ഓണിയനാണ്. ഭയങ്കര ടേസ്റ്റാണ് ഇതുകൊണ്ടുള്ള പക്കോട. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇതുകൊണ്ടുള്ള പക്കോട. അപ്പം നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ ഓണിയൻ പക്കോടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇത് സ്പ്രിംഗ് ഓണിയനാണ്, ഞാൻ നേരത്തെ കാണിച്ചല്ലോ. അത് നമ്മൾ നല്ലതായിട്ട് അരിയുക. അത് കഴിഞ്ഞ് പച്ചമുളക്, ഇത് കടലമാവാണ്. കടലമാവ് ഒരു 1/2 കപ്പ്. പിന്നെ ഇത് മുളക് പൊടിയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ വീതം. കുരുമുളക്, ഗരം മസാല 1/2 സ്പൂണ്. ഉപ്പ്, ഇത് റാഗിപ്പൊടിയാണ്, അതൊരു 2 സ്പൂൺ, 2 ടീസ്പൂൺ. ഇത് മക്കി പൊടി അല്ലെങ്കിൽ ചോളത്തിൻ്റെ പൊടിയാണ്, അത് ഒരു സ്പൂൺ, 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഓണിയൻ പക്കോടയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് എല്ലാം കൂടി ഇതിലിടുക. ഇതിലിട്ട് നമ്മൾ ഇത് എല്ലാം കൂടി ഇട്ട് ഇത് കുഴച്ച് നമ്മൾ കുറച്ച് നേരം വെച്ചേക്കണം. ഒരു 1/2 അവർ വെച്ചേക്കുക. ഇത് നന്നായിട്ട് കുഴച്ച് ഒരു 1/2 അവർ വെച്ചതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് ഇടാവൂ. ഇത് കുഴച്ച് എന്നാലേ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ. എല്ലാം കൂടി ഇട്ട ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് ഭയങ്കര ലൂസായിട്ട് കുഴയ്ക്കാൻ പാടില്ല. കറക്റ്റായിട്ട് ഇതിൻ്റെ തിക്നെസ് കറക്റ്റായിരിക്കണം. എന്നാലേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കോട ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇത് നല്ല തിക്കായിട്ട് ഇഡ്ഡലി മാവിൻ്റെ പാകത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് കണ്ടോ, ഇഡ്ഡലി മാവിൻ്റെ പാകത്തിൽ നമുക്ക് കുഴച്ചെടുക്കുക. ഇത് ഒരുപാട് ലൂസ് ആവാൻ പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. കറക്റ്റാണിത്. കണ്ടോ, ഇതുപോലെ തിക്കായിരിക്കണം, തിക്ക് ബാറ്റർ ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ കുഴച്ച് ഇത് 1/2 അവർ നമുക്ക് ഇത് 1/2 അവർ വെക്കാം. 1/2 അവർ വെച്ചതിന് ശേഷം ആ ഉള്ളിയും സ്പ്രിംഗ് ഓണിയൻ എല്ലാം അരിഞ്ഞതും പച്ചമുളകും കൂടെ ചേർത്ത് നമുക്ക് പക്കോട ഉണ്ടാക്കാം. ഇതിൽ ഞാൻ 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ഹാഫ് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ചൊന്ന് ക്രിസ്പ് ആവാൻ വേണ്ടിയാണ് അരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും കൂടെ കുഴച്ചിട്ട് വേണം നമുക്ക് 1/2 അവർ ഇത് വെക്കാൻ. ഇത് ബാറ്റർ 1/2 അവർ വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ അരിഞ്ഞ ഉള്ളിയുടെ ഇലയും എല്ലാം കൂടെ അരിഞ്ഞതും പിന്നെ പച്ചമുളക് എല്ലാം കൂടെ നമ്മളിട്ട് നന്നായി അത് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത ശേഷം കണ്ടോ, ഇതുപോലെ ഇത്രയും തിക്കായിരിക്കണം. എന്നിട്ട് നമുക്ക് എണ്ണയ്ക്കകത്ത് ഒഴിച്ച് നമുക്ക് പക്കോട ഉണ്ടാക്കാം. അപ്പോൾ നല്ലതായി എണ്ണ ചൂടായി കഴിഞ്ഞ് അതിലോട്ട് നമുക്ക് ഇട്ട് പക്കോട ഉണ്ടാക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ സ്പൂണും കൊണ്ട് കുറേശ്ശെ നമുക്ക് ഒഴിച്ച് അങ്ങനെ കുറേശ്ശെ മുഴുവനും എണ്ണയ്ക്കകത്ത് ഒഴിച്ച് നമുക്ക് പക്കോടാസ് ഉണ്ടാക്കാം. പക്കോടാസ് നല്ല മൂത്തിട്ടുണ്ടെല്ലാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്കോടാസ് എല്ലാം റെഡി. ഇത് സോസ് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്.
തീർച്ചയായിട്ടും നിങ്ങൾ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഭയങ്കര അടിപൊളിയാണ്. ഈ സ്പ്രിംഗ് ഒണിയൻ കൊണ്ട് പക്കോട ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റിയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.